ഹായ്, ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു കഥ പറഞ്ഞുതരാം. ഒരു +2 എക്സാമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ കഥ. അപ്പോൾ +2 എക്സാമിന് ശേഷം അവർ ഏത് കോഴ്സൊക്കെ എടുക്കണമെന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അച്ഛനും അമ്മയും മകനും കൂടി ഇരുന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അച്ഛൻ പറഞ്ഞു, എടാ നീ എഞ്ചിനീയറിംഗ് എടുത്താൽ മതി, എഞ്ചിനീയറിംഗ് ആണ് ഒരുപാട് സ്കോപ്പ് ഉള്ളത്, എഞ്ചിനീയറിംഗ് ആണ് ബെറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, വേണ്ട എഞ്ചിനീയറിംഗ് ഒന്നും വേണ്ട, ഇന്ന് ട്രെൻഡിങ് മെഡിക്കൽ കോഴ്സസ് തന്നെയാണ്, ഏതെങ്കിലും ഒരു മെഡിക്കൽ കോഴ്സ് തന്നെ എടുക്കണം, അത് മതി, അത് എടുത്താൽ മതി എന്ന് അമ്മയും പറഞ്ഞു. അപ്പോൾ ഇവന് രണ്ടും ഇഷ്ടമാണ്, രണ്ട് ഫീൽഡും അവന് താല്പര്യമുള്ള മേഖലകളാണ്. മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള അവന് താല്പര്യമുണ്ട്, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സും താല്പര്യമുണ്ട്. അപ്പോൾ അവസാനം ഇവൻ തിരഞ്ഞെടുത്ത കോഴ്സ് എന്താണെന്ന് അറിയണ്ടേ, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇവർ അച്ഛനും അമ്മയും ഞെട്ടിപ്പോൾ, ഇതെന്ത് കോഴ്സാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്? നമ്മുടെ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിളിനെ മെഡിക്കൽ ഫീൽഡിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. മെഡിക്കൽ ഫീൽഡ് എത്രത്തോളം വളരുന്നുണ്ടോ അത്രത്തോളം സ്കോപ്പ് എന്തിനുമുണ്ട്, ഈ ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്ങിനും അത്രത്തോളം സ്കോപ്പ് ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നോർമൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് മാത്രമല്ല, നമ്മുടെ മെഡിക്കൽ ഫീൽഡിനെ പറ്റിയും വ്യക്തമായ നോളജ് വേണം ഈ ഒരു കോഴ്സിന്. അപ്പം ഇന്ന് വ്യത്യസ്തമായ ഒരു കോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ഒരു നല്ലൊരു രീതിയിൽ ഭാവിയിൽ ഒരുപാട് സ്കോപ്പ് വരുന്ന, ഒരുപാട് അവസരങ്ങൾ വരുന്ന ഒരു മേഖല ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, എഞ്ചിനീയറിങ്ങും മെഡിക്കലും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. അടിപൊളി ബെസ്റ്റ് കോഴ്സാണ്. ഈ കോഴ്സ് റിലേറ്റ് ചെയ്ത് ഏതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോളേജസ്, ഏതൊക്കെയാണ് യൂണിവേഴ്സിറ്റീസ്, എങ്ങനെയൊക്കെയാണ് ഫീസ് കാര്യങ്ങളെന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഞങ്ങളുടെ ടീം നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് കോളേജസ് അവർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് അവരുടെ അഡ്മിഷൻ അവിടെ ഉറപ്പാക്കി തരുന്നതായിരിക്കും. ഓക്കെ.